വീക്കെൻഡ് എപ്പിസോഡ് പതിവിൽ നിന്നും വ്യത്യസ്തമായിട്ട് മാറ്റി പിടിച്ചിരിക്കുകയാണ് ലാലേട്ടൻ. ആരോപണ കാർഡൊക്കെ, അതായത് അലിഗേഷൻ കാർഡ്സ് ഒക്കെ ഞാൻ കീറിക്കളയുകയാണ് എന്ന് എപ്പിസോഡ് എൻഡ് ചെയ്യുന്നതിന് മുമ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ലാലേട്ടൻ. ആരോപണങ്ങളോടെ അല്ല ഈ ഗെയിം കളിക്കേണ്ടത്. ഇനി അങ്ങോട്ടുള്ള ഗെയിം എന്ന് പറയുന്ന ക്രൂഷ്യൽ ആയിട്ടുള്ള കുറച്ച് അധികം ബുദ്ധിമുട്ടേറിയ ഒരു ഗെയിമാണ് നടക്കാൻ പോകുന്നത് എന്നൊക്കെ മത്സരാർത്ഥികളെ പറഞ്ഞു ബോധിപ്പിച്ചിരിക്കുകയാണ് ലാലേട്ടൻ. അത് മാത്രമല്ല, അവിടെ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു അലിഗേഷൻ, മറ്റേത് വലിയ പ്രശ്നമില്ല, എന്നാലും ഈ ഒരു മെയിൻ അലിഗേഷൻ ഒന്നും ലാലേട്ടൻ ചോദിച്ചിട്ടില്ല. അതായത് ആ ഒരു വലിയ സംഭവങ്ങൾ ലാലേട്ടൻ ചോദിച്ചിട്ടില്ല. ചുമ്മാ വന്ന് 2 ഗെയിമും കൊടുത്ത് ഓർഡർ ടാസ്കും സംസാരിച്ച് ഇതും പറഞ്ഞിട്ട് പോവുകയാണ് ലാലേട്ടൻ ചെയ്തത്. പക്ഷെ ലാലേട്ടൻ എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പ് പറയുന്നുണ്ട്, ഞാൻ എന്നും വരുന്നു, വഴക്ക് പറയുന്നു, പോകുന്നു, എന്നും വന്നു അവരെ വഴക്ക് പറയുന്നു, നോമിനേഷൻ നടത്തുന്നു, പോകുന്നു. ഇതല്ലാതെ വേറൊന്നും അവിടെ നടക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇന്നൊന്ന് മാറ്റി പിടിക്കുകയാണ്. വീക്കെൻഡ് എപ്പിസോഡ് മാറ്റി പിടിച്ചിരിക്കുകയാണ് ലാലേട്ടൻ ഇന്ന്. എന്താണ് ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ നടന്നത്? പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നോ? ഒരു നോർമൽ വീക്കെൻഡ് എപ്പിസോഡ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്താണ് ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് നടന്നത് നമുക്കിത് റിവ്യൂ ചെയ്യാം. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം മസ്റ്റാണ് താഴെ വന്നൊന്ന് കമന്റ് ചെയ്യുക, ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് തരിക. നേരെ റിവ്യൂലോട്ട് പോവാം. പറയാതിരിക്കാൻ വേറെ ഒന്നും പറയാനില്ല. ആകെ 2-3 പേജ് എഴുതുന്ന വീക്കെൻഡ് എപ്പിസോഡൊക്കെയാണ്. ഇതിപ്പോ ഒരു പേജിനകത്തോ ഒതുങ്ങിയിട്ടുള്ളൂ. അപ്പൊ മെയിൻലി ഇന്ന് നടക്കുന്നത് ലാലേട്ടൻ വരുന്നു, നല്ലൊരു കോസ്റ്റ്യൂമിൽ ലാലേട്ടൻ വരികയാണ്. അത് മാത്രമല്ല, കൺഗ്രാജുലേഷൻസ് ലാലേട്ടനെ ആ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്, അതായത് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ ബഹുമതിയാണ് ലാലേട്ടനെ കിട്ടിയിരിക്കുന്നത്. സോ കൺഗ്രാജുലേഷൻസ്. അപ്പം ലാലേട്ടൻ വരികയാണ്. ലാലേട്ടൻ വന്നിട്ട് ഫസ്റ്റ് തന്നെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ അതിന്റെ റീക്യാപ്പ് കാണിക്കുകയാണ്. അതിനുശേഷം കഴിഞ്ഞ ദിവസം നടന്ന, അതായത് ഡ്രൈഡേ നടന്ന കാര്യങ്ങൾ കാണിക്കുകയാണ്. ഡ്രൈഡേ നടന്ന മെയിൻലി കാര്യം എന്താണെന്ന് വെച്ചാൽ, ഷാനവാസും റെനയും ജയിലിൽ പോവാണ്. അവർ ജയിലിൽ പോയിട്ട് അവർ ലാലേട്ടന് വേണ്ട 100 കത്തുകൾ എഴുതി കൊടുക്കുകയാണ്. അതാണ് അവർക്ക് ടാസ്ക്. വലിയ ടാസ്ക് ഒന്നും അല്ല. രാവിലെ കയറിയിട്ട് 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തിരിച്ചിറങ്ങുകയും ചെയ്തു. അതിനുശേഷം ഇവർക്ക് ഫുഡൊക്കെ നല്ലൊരു അടിപൊളി ഒരു ലഞ്ചായിരുന്നു അവർക്ക് കിട്ടിയത്. ചിക്കൻ ബിരിയാണി ഒക്കെ ആയിരുന്നു. പിന്നീട് എന്താണ്, വേറെ വലിയ ടോക്കൊന്നും നടന്നിട്ടില്ല ഇന്ന് അവിടെ. പിന്നെ അനിമോളും ആദിലും നൂറയും കൂടെ എന്തുകൊണ്ടാണ് ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും കൂടെ ഷാനവാസിനെ കൊത്തിപ്പറിക്കാൻ വേണ്ടി നിൽക്കുന്നതാണ്. ലക്ഷ്മി ഇപ്പൊ ആരും കൊത്തിപ്പറിക്കാൻ വേണ്ടി നിൽക്കുന്നില്ല. ലക്ഷ്മി എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് ഇനി നിൽക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ടാണ് നിൽക്കുന്നതെന്നൊക്കെ ഇവർ 3 പേരും കൂടെ സംസാരിക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളു, വേറെ വലുതായിട്ടൊന്നും ഇല്ല. അങ്ങനെ ലാലേട്ട വന്നിട്ട് പറയുകയാണ്, എന്നും ഞാൻ വരുന്നു, ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ വഴക്ക് പറയുന്നു, പോകുന്നു. ഇന്ന് ഞാൻ വരുന്നു, വഴക്ക് പറയുന്നു, പോകുന്നു. ഇന്നൊന്ന് മാറ്റി പിടിക്കാമെന്ന് പറഞ്ഞ് നേരെ ലാലേട്ടൻ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് പോയിട്ട് ലാലേട്ടൻ ആദ്യം സംസാരിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് പ്രൊമോ, അതായത് ഇന്ന് വന്നിട്ടുള്ള ഫസ്റ്റ് പ്രൊമോയിലെ ഫസ്റ്റ് കാര്യമാണ്. അതായത് നമ്മുടെ അക്ബറിനും അനീഷിനും കിട്ടിയിട്ടുള്ള വലിയ പണി, ഈ വലിയ പണി കളയാൻ വേണ്ടിയിട്ടുള്ള ടാസ്ക് ലാലേട്ടൻ കൊടുക്കുകയാണ്. അതായത് നമ്മുടെ ഒരു മെമ്മറി ടെസ്റ്റ് പോലത്തെ ടാസ്ക് ആണ്. ഇവർക്ക് കുറച്ച് മനുഷ്യർ എന്ന് പറഞ്ഞാൽ അക്ബറും അനീഷും തന്നെയാണ്. കുറച്ച് മൃഗങ്ങള്, മണി, എയറോപ്ലെയിൻ, അങ്ങനെയുള്ള കുറച്ച് ശബ്ദങ്ങൾ ഇവരെ കേൾപ്പിക്കും. അതിന്റെ ഫസ്റ്റ് തന്നെ പിക്ചറൊക്കെ കാണിച്ചു കൊടുത്തു. ആ ശബ്ദങ്ങൾ കേട്ടതനുസരിച്ച് അതിന്റെ പിക്ചേഴ്സ് അവിടെ ഒട്ടിച്ചുള്ള ബോർഡിൽ അടുക്കി പേസ്റ്റ് ചെയ്യാം. അപ്പം അത് ഇവർക്ക് കംപ്ലീറ്റ്ലി കറക്റ്റ്ലി ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഏറ്റവും 4 എണ്ണം കറക്റ്റ് ആയിട്ട് ചെയ്തിട്ട് നമ്മുടെ അക്ബർ ആണ് വിൻ ചെയ്യുന്നത്. അങ്ങനെ അക്ബറിന് വലിയ പണി ഒഴിവായി കിട്ടിയിട്ടുണ്ട്. അതിൽ മെയിൻലി എടുത്തു പറയേണ്ടത് എന്താന്ന് വെച്ചാൽ, അനീഷ് മനപ്പൂർവ്വം വെപ്രാളം കൊണ്ട് അനീഷിന് തെറ്റിപ്പോയത്. അല്ലെങ്കിൽ അനീഷിന് ഉറപ്പായിട്ടും കിട്ടുമായിരുന്നു. അനീഷിനെ വെപ്രാളം കൊണ്ടാണ് അനീഷിന് തെറ്റിപ്പോയത്. അങ്ങനെ അവസാനം അത് അക്ബറിന് കിട്ടുകയാണ്. എന്നിട്ട് രണ്ടാമത്തെ ടാസ്കുമായിട്ടാണ് ലാലേട്ടൻ വരുന്നത്. വരികയാണ്. അത് റാപ്പിഡ് ഫയർ പോലത്തെ കുറെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. നമ്മുടെ സീസൺ 5 റിനോഷനോടൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ച പോലത്തെ ടാസ്ക് ഉണ്ട്. നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ കാണാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് ആയിരുന്നു കുറെ ചോദിച്ചത്. ആദ്യത്തെ മലയാള സിനിമ ഏതെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ആ ആൻസറിൽ ലാലേട്ടൻ പറഞ്ഞില്ല കേട്ടോ. രണ്ടാമത് ചോദിക്കുന്ന ബിഗ് ബോസിന്റെ ഗാനം തീം സോങ് എഴുതിയത് ആരാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അത് തീം സോങ് എഴുതിയതായിരുന്നു അറിയില്ല. പക്ഷെ സംഗീത സംവിധായകനെയും പിന്നെ നമ്മുടെ ഗായകനോ ആയിരുന്നൊക്കെ ലാലേട്ടൻ കൃത്യമായിട്ട് പറഞ്ഞു. ഇതിനുശേഷം ലാലേട്ടൻ ഇപ്പൊ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പം ഇതിന് സത്യം പറഞ്ഞ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇതിൽ ആര്യന്റെ കേസ് ആദ്യമേ പറയാം. ആര്യനാണെങ്കിൽ ലാലേട്ടന് ഒരു റെസ്പെക്റ്റും കൊടുക്കുന്നില്ല. കാരണം ലാലേട്ടൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ എണീക്കണം. എണീച്ച് നിന്ന് സംസാരിക്കണ്ടേ, ആ ഒരു മര്യാദ കാണിക്കട്ടെ. ഇത് ലാലേട്ടനെ അങ്ങോട്ട് പറയണം, എണീക്ക് മോനെ, എണീക്കും. അത് ലാലേട്ടൻ 2-3 പ്രാവശ്യം പറയണം.
അക്ബർ എഴുന്നേക്കും അങ്ങനെയൊക്കെ പറയുമ്പോൾ എല്ലാവരും അങ്ങനെ എഴുന്നേക്കാം. പക്ഷെ ഇത് 2-3 പ്രാവശ്യം ലാലേട്ടൻ പറയാണ് ആര്യനോട് എണീക്കാൻ. ഒരു റെസ്പെക്ട്ഫുള്ളും ഇല്ലാതെ ലാലേട്ടൻ അടുത്ത് ആര്യം ബിഹേവ് ചെയ്യുന്നത്. അതിപ്പം ആരിനാണ് ഈ ആഴ്ച എവിക്റ്റായി പോയെന്ന് പറയുന്നുണ്ട്. അപ്പം ഇനി പറഞ്ഞ കാര്യമില്ല അങ്ങനെ എവിക്റ്റായി പോയെങ്കിൽ. എനിവേ പിന്നെ പറയണം നെവിനെ പറ്റിയിട്ടാണ്. കാരണം നെവിനെ ഇന്ന് കണ്ടപ്പോൾ ഭയങ്കര ഒരു ഫീലായി. കാരണം എന്തോ അറിയില്ല. കാരണം നെവിൻ എന്ന് പറയുന്ന എല്ലാ നെവിന്റെ ഒരു കണ്ടന്റ് എന്തായാലും എല്ലാ ഒരു വീക്കെൻഡ് എപ്പിസോഡിലും കാണാം. ഒരു ട്രോൾ ചെയ്യാനുള്ള ഒരു കണ്ടന്റ് അത്രയ്ക്ക് എന്റർടൈൻഡ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് എന്തായാലും നെവിന്റെ ഒരെണ്ണം കാണാം. പക്ഷെ നെവിൻ ഇന്ന് ഭയങ്കര മൂഡ് ഔട്ടായിരുന്നു. നെവിൻ ഇന്ന് അണഞ്ഞിരിക്കുകയായിരുന്നു. നെവിൻ എന്ത് പറ്റി വാടി അണഞ്ഞിരിക്കുകയായിരുന്നു. ലാലേട്ടൻ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് സ്വപ്നം എന്ന് വെച്ചാൽ നെവിൻ ഏതോ ഒരു സ്വപ്ന ലോകത്ത് ഇരിക്കും പോലെയായിരുന്നു നെവിൻ ഇന്ന് ഇരുന്നത്. ഒരു പ്രസൻസ് ഇല്ല, ചിരിയില്ല, കളിയില്ല, ഒന്നുമില്ലാതാണ് നെവിൻ ഇരിക്കുന്നത്. നെവിൻ ഒരു ഗെയിം ചേഞ്ച് ഉണ്ടാവോ, നെവിന്റെ മൂഡ് മാറിയോ എന്നൊന്നും അറിയില്ല. എന്തായാലും നെവിൻ സേവ്ഡ് ആയിരിക്കുകയാണ്. നമുക്ക് നോക്കാം ഈ അലിഗേഷൻസ് ചോദിക്കുന്നില്ല. പക്ഷെ ഷാനവാസ് അവിടെ ചിരിച്ചും കളിച്ചൊക്കെ ഷാനവാസ് അവിടെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ഷാനവാസിന്റെ അനീഷിന്റെ കോംബോ ഒക്കെ ലാലേട്ടൻ പൊക്കി അടിക്കുന്നുണ്ട്. അതിലോട്ടൊക്കെ വരാം. എന്നിട്ട് ഇതിനിടയ്ക്ക് അനുമോൾ ആദ്യം ഫസ്റ്റ് ക്വസ്റ്റിന് ആൻസർ പറഞ്ഞു. ഫസ്റ്റ് ക്വസ്റ്റിന് ആൻസർ പറഞ്ഞപ്പോൾ അത് തെറ്റി. സെക്കൻഡ് ക്വസ്റ്റിന് ആൻസർ ലാലേട്ടൻ ചാടിക്കേറി പറഞ്ഞപ്പോൾ ലാലേട്ടൻ അത് ഇഷ്ടമായില്ല. ലാലേട്ടൻ വൃത്തി അനുമോൾക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെന്താ മോനെങ്കിൽ അനുമോൾ ഇവിടെ വന്ന് നിൽക്കുന്ന ഹോസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ലാലേട്ടൻ നല്ലപോലെ ചൂടാവുന്നുണ്ട് അനുമോളുടെ അടുത്ത്. അതിനുശേഷം ഇത് അങ്ങനെ റാപ്പിഡ് ഫയർ ടാസ്ക് ഒക്കെ നടന്ന അനീഷ് വിജയിച്ചുകൊണ്ട് അനീഷിന്റെ വലിയ പണി ലാലേട്ടൻ ടാസ്ക് ക്യാൻസൽ ചെയ്തു. കാരണം ഇതിൽ ജയിക്കുന്ന അനീഷിനാണെന്ന് അറിയാം. കാരണം PSC പോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് ലാലേട്ടൻ ചോദിച്ചത് മിക്കത്. അപ്പൊ അതിൽ അനീഷിനല്ലേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ അനീഷിനെ വലിയ പണിയും ക്യാൻസൽ ആയിപ്പോയി. അനീഷിനെ ഇനി നോമിനേറ്റ് ചെയ്യാം. ഇതിനിടയ്ക്ക് ആരും കളിയാക്കുന്നുണ്ട് അനീഷിന്. അപ്പൊ ആരിന്റെ വായു അടന്നുപോയി. ഇനി അതിനുശേഷം ഹോട്ടൽ ടാസ്കിന് അനാലിസിസ് നടത്തുന്നുണ്ട്. ഹോട്ടൽ ടാസ്കിന് അനാലിസിസ് ഞാൻ പറഞ്ഞ അതേ പിക്ചർ തന്നെ ലാലേട്ടൻ പറഞ്ഞത്. അവര് വന്നത് ചലഞ്ചേഴ്സ് ആയിട്ടാണ്. അവര് നിങ്ങൾക്ക് പണി തരാനാണ് വന്നത്. അപ്പൊ ആ പണിക്ക് വേണ്ടി നിന്നു കൊടുക്കാൻ പോവേണ്ട എന്തിനാ? അതായത് ഈ ആര്യൻ ശോഭയുടെ സാരിത്തുമ്പ് പിടിച്ചതും ഈ ഗസ്റ്റ് പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും കേൾക്കാൻ പോയതും, പിന്നെ അതുപോലെ തന്നെ ഷാനവാസ് ആ ബെഡ് മടക്കി വെക്കാതെ പോയതും, അത് അവിടെ കളിക്കാതിരിക്കാൻ പോയതും, അനീഷ് സമരം നടത്തിയതും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ലാലേട്ടൻ കറക്റ്റ് എടുത്ത് പറയുന്നുണ്ട്. അപ്പോഴാണ് അവർക്ക് ബോധോദയം ഉണ്ടായത്. സീരിയസ്ലി ഇതാണ് ഹോട്ടൽ ടാസ്ക്, ഇതാണ് നടന്നതെന്ന്. കാരണം ഉള്ള കാര്യം പറഞ്ഞാൽ ആദ്യത്തെ ഒരു 5 മിനിറ്റ് ഇവർ കറക്റ്റ് ക്യാരക്ടർ പിടിച്ചു. ബാക്കിയുള്ളതെല്ലാം അവർ സെൽഫിഷ് ആയിട്ട് അവരവരുടെ പഴയ ക്യാരക്ടറിലോട്ട് പോവാണ് ഇവർ ചെയ്തത്. ഇതാണ് പറഞ്ഞത്. ഈ ചലഞ്ചേഴ്സ് ശരിക്കും ഇതാണ് ഈ 7ന്റെ പണിയും കൊണ്ടാണ് ചലഞ്ചേഴ്സ് വന്നത്. അതാണ് കറക്റ്റ്ലി പറഞ്ഞത്. ഇവര് ഗസ്റ്റ് ആയിട്ടല്ല, കറക്റ്റ്ലി ചലഞ്ചേഴ്സ് ആയിട്ടാണ് വന്നത്. 3 പേരും. ഷിയാസ് വന്നതും അനുമോളെ എടുത്ത് പറയണം. കാരണം പ്ലാച്ചി എന്തിനു എടുത്തു കൊടുത്തത് അനുമോളോട് ചോദിക്കുമ്പോൾ ലാലേട്ടൻ ഒരാൾ ഗസ്റ്റ് കയറി വന്നിട്ട് അങ്ങ് എടുത്തു കൊടുത്താൽ അതെങ്ങനെ എടുത്തു കൊടുക്കാൻ പാടുണ്ടോ? അത് തരാൻ പറ്റില്ലെന്ന് പറഞ്ഞൂടെ? ഗസ്റ്റ് അല്ലേ, അത് നിങ്ങൾക്ക് ഇല്ലെന്ന് പറഞ്ഞൂടെ എന്ന് നിങ്ങൾക്ക് പറഞ്ഞൂടെ? ഇങ്ങനെയാണോ ഹോട്ടൽ ടാസ്ക് ചെയ്യുന്നത്? അനുമോക്കും കിട്ടുന്നുണ്ട്. കറക്റ്റ് അല്ലേ? എന്തിനാണ് പ്ലാച്ചി എടുത്തു കൊടുക്കാൻ പോയത്? ഗസ്റ്റ് വന്നത് ശരിക്കും പറഞ്ഞ ഷിയാസ് ഒരു പ്ലാച്ചി ഇല്ലാതെ അനുമോക്കൂടെ നിൽക്കാൻ പറ്റുന്നത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഷിയാസ് അത് ചെയ്തത്. പക്ഷെ ഇവർ ഗസ്റ്റിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നമില്ല. ഗസ്റ്റ് ഇവിടെ ഇവർക്ക് പണി കൊടുക്കാനാ വന്നത്, ചലഞ്ചേഴ്സ് ആയിട്ടാ വന്നത്. അത് ഇവർക്ക് അറിയാവുള്ള. ഇവര് ഉള്ള കാരണം ബിഗ് ബോസ് കണ്ടിട്ടില്ല. അത് തന്നെ കാര്യം. അനീഷ് ഒഴിച്ച് വേറെ ആരും ബിഗ് ബോസ് കണ്ടിട്ടില്ല. സീരിയസ്ലി വേറെ ആരും കണ്ടിട്ടില്ല ബിഗ് ബോസ്. അനീഷ് ഒരു കോമണറാണ്. അനീഷ് കുത്തിയിരുന്ന് ബിഗ് ബോസ് കണ്ടിട്ടുള്ളൂ. വേറെ ആരും കണ്ടിട്ടില്ല. അല്ലെങ്കിൽ മനസ്സിലാക്കണം ചാലഞ്ചേഴ്സ് വരുന്ന ഇതിനാണെന്ന് മനസ്സിലാക്കണം. ഇത് കറക്റ്റ്ലി ബോധ്യപ്പെട്ട ചാലഞ്ചേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുമില്ല. ചാലഞ്ചേഴ്സ് ആണ് ഇവിടെ അത്രയും. അത് നിങ്ങൾക്കായിട്ട് ഒരു പണിയായിട്ട് അവർ തന്നതാണ്. അതിന് പോയി നിന്നുകൊണ്ടിരിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. കറക്റ്റ് അല്ലേ ലാലേട്ടൻ പറയുന്നത്? ഇപ്പം ഷാനവാസിന്റെ കേസിൽ ലാലേട്ടൻ ക്ലിയർലി പറഞ്ഞു, ഞാൻ യൂണിഫോം ഇട്ടിട്ടില്ല. ഞാൻ യൂണിഫോം ഇട്ടിട്ടില്ലെങ്കിൽ 1 മിനിറ്റിന് പോയി യൂണിഫോം ഇട്ട് വന്നിട്ട് അത് ബെഡ് മടക്കി കൊടുക്കും. കറക്റ്റ് അല്ലേ? പക്ഷെ ഇവര് പേഴ്സണൽ ഗ്രഡ്ജസ് ആണ്. ഇതും ഏതാണ് ഞാൻ സീസൺ 4 ഉള്ളത് ഇപ്പോഴും ഞാൻ റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറയുന്നുണ്ട്. സീസൺ 4ന് ശേഷം നല്ലൊരു ഹോട്ടൽ ടാസ്ക് അവിടെ നടന്നിട്ടില്ല. സീസൺ 5ലും നടന്നിട്ടില്ല, സീസൺ 6ലും നടന്നിട്ടില്ല, സീസൺ 7ലും നടന്നിട്ടില്ല. ഹോട്ടൽ ടാസ്ക് കാലമായി പോവുകയാണ്. സീരിയസ്ലി അത് ലാലേട്ടൻ എടുത്തു പറയുന്ന ഞങ്ങളുടെ ഒരു ക്ലാസിക് ടാസ്ക് ആണ്. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടാസ്ക് ആണ് ഹോട്ടൽ ടാസ്ക്. പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ എൻ്റെ കറക്റ്റ്ലി എല്ലാ കാര്യങ്ങളും ഹോട്ടൽ ടാസ്കിൽ ചലഞ്ച് എന്താണ് നടന്നത് കറക്റ്റ്ലി എല്ലാ കാര്യങ്ങളും ലാലേട്ടൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്.
ആൻഡ് സാബുമോന്, അഭിലാഷ്, പിന്നെ അതുപോലെ സാബുമാൻ എന്തോ പവറൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ സാബുമാൻ അത് യൂസ് ചെയ്തില്ല. അനുമൊക്കെ കൊടുത്തു, പക്ഷെ അതൊന്നും യൂസ് ചെയ്തില്ലെന്ന് സാബുമാൻ പറയുന്നുണ്ട്. സാബുമാൻ നന്നായിട്ട് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അഭിലാഷ് നന്നായിട്ട് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഷാനവാസ് അനീഷ് നന്നായിട്ട് ചെയ്തു എന്ന് പറയുന്നുണ്ട്. AK-47 സുഷിയാന്ത് ജിസയിലും കിട്ടുന്നുണ്ട് പ്രത്യേകം. ഇതിന് ശേഷം ജയിൽ ടാസ്ക് അനാലിസിസ് ചെയ്യണം. ജയിൽ ടാസ്കിൽ ആ എഴുതിയ ലെറ്ററിൽ ആരുടെ ഇഷ്ടപ്പെട്ട ലെറ്റർ അവരെ കൊണ്ട് ഷാനവാസിനെ പ്രണയം കൊണ്ട് വായിപ്പിക്കുന്നുണ്ട്. ആൻഡ് പിന്നെ ഇതിനിടയ്ക്ക് കണ്ണാന്തുമ്പി പാട്ടൊക്കെ പാടുന്നുണ്ട് ലാലേട്ടൻ. പിന്നെ നമ്മുടെ ഷാനവാസ് കൊണ്ട് അനീഷിനെ കൊണ്ട് ഐ ലവ് യു പറയിപ്പിച്ചൊക്കെ ലാലേട്ടൻ പിന്നെ റിപ്പീറ്റ് ചെയ്ത് പറയിപ്പിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് അതിനുശേഷം ഫുഡ് കിട്ടാത്തതിന്റെ പേരിൽ അടി ഉണ്ടായില്ലേ ജിഷിൻ, അപ്പൊ അതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ ലാലേട്ടൻ നോക്കുന്നുണ്ട്. പക്ഷെ ലാലേട്ടൻ ഒരു ആർഗ്യുമെന്റ് ഒരു സജഷൻ പറഞ്ഞപ്പോ അതിന് ഒനിയിൽ തള്ളിക്കളഞ്ഞു. പക്ഷെ എന്നാ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ആ ലാലേട്ടൻ സൊല്യൂഷൻ പറഞ്ഞു, അതായത് ഈ വെജ് കഴിക്കുന്ന ഒരാളെ കൂടെ ഇതിലെടുത്താ പോരെ. പക്ഷെ അത് ഒനിയിൽ പറഞ്ഞത് പറ്റില്ല എന്ന്. അത് ലാലേട്ടന് ഒരു ഒരു ട്രിഗറായി എന്നല്ല, ലാലേട്ടന് ഒരു ബുദ്ധിമുട്ട്, ഇൻകൺവീനിയൻസ് പോലെ ഫീൽ ചെയ്തു. അത് ലാലേട്ടന് നല്ലപോലെ ഫീൽ ചെയ്തു. ആൻഡ് എന്താ നിങ്ങൾ ആലോചിച്ച് തന്നെ ചെയ്യാൻ പറഞ്ഞ് ലാലേട്ടൻ അതിൽ നിന്ന് തലയുപരി. ആൻഡ് അതിനുശേഷം നോമിനേഷനിലുള്ളവരെ എണീപ്പിച്ച് നിർത്തുകയാണ്. അതിൽ ബിന്നി, നെവിൻ, നൂറ, ഇവരല്ല ഈ 3 പേരും സേവ്ഡ് ആണെന്ന് പറയാണ്. എന്നിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട്, ഇത് നെവിന്റെ മോൻ കഴിഞ്ഞാൽ നെവിൻ പറഞ്ഞാണ്, ഈ ആരോപണങ്ങളൊന്നും അല്ല ഗെയിം കളിക്കേണ്ടത്, ആരോപണങ്ങൾ വെച്ചിട്ടല്ല ഗെയിം കളിക്കേണ്ടത്, ഇതല്ല ഗെയിം, അതുകൊണ്ട് ഞാൻ ഈ ആരോപണ കാർഡെല്ലാം കീറിക്കളയാണെന്ന് പറഞ്ഞ് ആരോപണ കാർഡ് ലാലേട്ടൻ കീറിക്കളയാണ്. ഇനി മുതൽ ആരോപണ കാർഡൊന്നും പോവില്ല, വില പോവില്ല എന്ന് പറഞ്ഞ് ആരോപണ കാർഡെല്ലാം ലാലേട്ടൻ കീറിക്കളഞ്ഞു. അപ്പം ബാക്കി വിശേഷങ്ങളോടെ നാളെ വരാന്ന് പറഞ്ഞ് ലാലേട്ടൻ പോവാണ്. എന്നിട്ട് ഇതിനു ശേഷം ബിന്നി നെവിൻ സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ ലാലേട്ടൻ പറഞ്ഞ് എനിക്ക് മനസ്സിലായി, ആരോപണങ്ങളൊന്നും കൊണ്ടും ഒന്നും നടക്കില്ല എന്ന് ബിന്നി നെവിനോട് പറയുന്നുണ്ട്. അവിടെയാണ് എപ്പിസോഡ് തീരുന്നത്. അപ്പം റെനയും ആര്യനുമാണ് എവിക്റ്റായെന്ന് അറിയുന്നുണ്ട്. ഇതിൽ റെനയുടെ എവിക്ഷൻ ഏതാണ് കൺഫേംഡ് ആണ്, പക്ഷെ ആര്യൻ്റെ എന്തോ അറിയില്ല. രണ്ടുപേരും എവിക്റ്റഡ് ആണോ, നാളെ ആരാണ് പുറത്തേക്ക് പോകുന്നത് എന്നാണ് ലാലേട്ടൻ പറയുന്നത്. അപ്പൊ റെന ആയിരിക്കും മിക്കവാറും പുറത്തേക്ക് പോകുന്നത്. ആര്യന്റെ കാര്യം കൺഫേംഡ് അല്ല. ആര്യൻ പുറത്തേക്ക് പോവുകയാണെങ്കിൽ അത് ജിസയിലൊരു അടിയായിരിക്കും, ഓബ്വിയസ്ലി അടിയായിരിക്കും. എന്തായാലും നോക്കാം നാളെ ആരാണ് പുറത്ത് പോകുന്നത്. നെവിന്റെ ഇഷ്യൂസ് നാളെ ലാലേട്ടൻ സംസാരിക്കുമോ, നാളെ ഇനി എന്തായാലും ഷോ ഒരു വീക്കെൻഡ് എപ്പിസോഡ് ആയിരിക്കാം. നമുക്ക് നോക്കാം നാളെ ഇനി എന്താണ് നടക്കാൻ പോകുന്നത്. സോ ഒന്നുമില്ല. താങ്ക് യു ഓൾ.